Hello friends, welcome back to SPC Chem Tutor. Kerala State Eligibility Test 2021-ൽ നടക്കുന്ന എക്സാമിൻ്റെ ഭാഗമായിട്ടുള്ള എക്സാം സ്പെഷ്യൽ ടോപ്പിക് ഡിസ്കഷൻ ആണ് ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ ബോണ്ട് ഓർഡർ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് 2010 to 2021 വരെ നടന്നിട്ടുള്ള എക്സാമുകളിൽ ഈ ഒരു ടോപ്പിക്കിൽ എന്തുമാത്രം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ബോണ്ട് ഓർഡർ ഈ ടോപ്പിക്ക് ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ഈസിയാണ്, കുറച്ച് ഇമ്പോർട്ടൻറ്റും ആണ്. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കാണാറുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇത് വേണമെന്നുണ്ടാവില്ല. ചിലപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് എക്സാം എഴുതുന്ന ആൾക്കാർക്കും ഒക്കെയാണ് ഇതിന് ആവശ്യമുണ്ടാവുക. പിന്നെ ബാക്കിയുള്ളവർക്ക് എത്രമാത്രം ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് ഈ ഒരു പീരീഡിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും ഈ വീഡിയോ ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ കൂടുതലായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുന്നവർക്ക്. ബാക്കിയുള്ളവർക്ക് ബോണ്ട് ഓർഡർ അത്ര സിമ്പിളാണ്, അറിയാമല്ലോ, അത്രയും സിമ്പിളാണ്. ആ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് അതിൻ്റെ ടോപ്പിക്കിലേക്ക് നമുക്കിനി അടക്കാം. സോ ബോണ്ട് ഓർഡർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലിനസ് പോളിംഗ് ആണ്. ഇത് ചിലപ്പോൾ അത്ര എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കില്ല, പക്ഷെ അത് നോട്ട് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. ലിനസ് പോളിംഗ് ആണ്. സോ ഇറ്റ് ഈസ് ദി ഹാഫ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോണ്ടിങ് ആൻഡ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ്. സോ അത് മാത്തമാറ്റിക്കലി നമ്മൾ റിപ്രസെൻറ്റ് ചെയ്ത് 1/2 × NB - NA. NB is the number of electrons in the bonding orbital and NA is the number of electrons in the antibonding molecular orbital. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് MO കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യാവുന്നതാണ്. അറിയേണ്ട കാര്യം അറ്റോമിക് നമ്പറാണ്. എല്ലാ എലമെൻസിൻ്റെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്താൽ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുക. ബോണ്ട് ഓർഡറിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. സോ ബോണ്ട് ഓർഡർ ഗീവ്സ് the bond number in between atoms, or it gives the number of electron pairs between a pair of atoms. അതായത് രണ്ട് ആറ്റംസുകളുടെ ഇടയ്ക്കുള്ള അവിടെ എത്ര ബോണ്ടുകളുണ്ട്, അല്ലെങ്കിൽ അവിടെ ഷെയർ ചെയ്ത ഇലക്ട്രോൺസുകൾ എത്രയാണെന്നുള്ളത് നമുക്ക് ബോണ്ട് ഓർഡറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ബോണ്ട് ഓർഡർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നോ ബോണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്നുള്ള ഇൻഫറൻസ്. സോ 1 means സിംഗിൾ ബോണ്ട്, 2 means ഡബിൾ ബോണ്ട്, 3 means ട്രിപ്പിൾ ബോണ്ട്. ബോണ്ട് ഓർഡർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത്. അതായത് ബോണ്ട് ഓർഡർ കൂടുതലായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ആൻഡ് ബോണ്ട് ഓർഡർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 ബോണ്ട് ലെങ്ത്. ഹയർ ദ ബോണ്ട് ഓർഡർ, ഹയർ ദ ബോണ്ട് സ്ട്രെങ്ത് ആൻഡ് ലോവർ ദി ബോണ്ട് ലെങ്ത്. അതായത് ബോണ്ട് ഓർഡർ കൂടുന്ന സമയത്ത് ബോണ്ട് സ്ട്രെങ്ത് കൂടുതലും ബോണ്ട് ലെങ്ത് കുറവുമായിരിക്കും. So higher the bond order, higher will be the stability due to greater number of electrons holding the atoms, and more will be the energy required to break the bonds. അതായത് സ്റ്റെബിലിറ്റി കൂടാൻ കാരണം ബോണ്ടിങ് ഇലക്ട്രോൺസ് കൂടുന്ന സമയത്ത് നമ്മൾ ഇലക്ട്രോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കും. സോ കൂടുതൽ എനർജി നമ്മൾ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടി വരും. സോ ബോണ്ട് ഓർഡർ കൂടുന്ന സമയത്ത് ബോണ്ട് സ്ട്രെങ്ത് കൂടും. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അപ് ടു 40 ഇലക്ട്രോൺസ്, നമ്മൾ ടോട്ടൽ ഇലക്ട്രോൺസ് കാണുന്ന സമയത്ത് 40 ഇലക്ട്രോൺസ് വരെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ താഴെ കാണുന്ന ഇലക്ട്രോണിക് MO കോൺഫിഗറേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതായത് σ1s, σ*1s, σ2s, σ*2s, π2px, π2py, σ2pz, π*2px, π*2py, σ*2pz. പിന്നെ ആഫ്റ്റർ 40 ഇലക്ട്രോൺസിൻ്റെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് σ1s, σ*1s, σ2s, σ*2s, σ2pz, π2px, π2py, π*2px, π*2py, σ*2pz. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തെന്ന് മനസ്സിലായോ? അതിൽ σ*2s കഴിഞ്ഞിട്ട് അപ് ടു 14 ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ പൈ മീൻസ് π2px ആൻഡ് π2pyനായിരിക്കും ലോവസ്റ്റ് എനർജി ദാൻ σ2pz. അപ് ടു ആഫ്റ്റർ 40 ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ σ2pz ഫില്ല് ചെയ്തിട്ട് π2pxലേക്കും π2pyലേക്കും പോവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് calculate the bond order of NO.
നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്, ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് in NO is 50. So molecular orbital configuration 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, sigma 2p z2, pi 2px2, pi 2py2, pi 2px1, pi star 2px1, pi star 2py1. So bond order is equal to 2.5. Bonding 1/2 into bonding minus anti-bonding molecular orbital, that is equal to 2.5. And for NO plus, 1 electron is removing from the anti-bonding pi star orbital. Pi star 2p xൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോകുന്നു. സോ NO പ്ലസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, pi 2px2, pi 2py2, sigma 2pz2. Bond order 1/2 into 10 minus 4 equal to 3. അതിൽ സിഗ്മ സ്റ്റാർ ഇല്ലാത്തത് ബോണ്ടിങ് ഓർബിറ്റലും സ്റ്റാർ ഉള്ളത് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റലാണ്. അറിയില്ലേ? ഇനി അടുത്ത എക്സാമ്പിൾ CO. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14. Then bond order 1/2 into 10 minus 4 is equal to 3. Cn, it's 2.5. Cn plus is 2 and Cn minus is 3. N2 bond order 3. O minus bond order equal to 1.5. O2 bond order is 2 and O2 plus bond order is 2.5. O2 2 plus bond order is 3. First question, what is the bond order of NO? Option A 1.5, option B 2, option C 2.5 and option D 3. Correct answer is option C 2.5. Next question, when an electron is removed from oxygen molecule to form O2 plus. Correct answer is option C, the bond length decreases and bond order increases. Which one of the following pairs of species has the same bond order? Correct answer is option A, Cn minus and NO plus. Bond order of CO is. Correct answer is option D, 3. Next question, the bond order of NO in NO bond in nitric oxide is. The correct answer is option B, 2.5. Next question, the common features among the species Cn minus, CO, NO plus are. Correct answer is option A, bond order is 3 and isoelectronic. Next question, here we have two statements. First statement, the ionization energy of NO is lower than that of N2. Second statement, the electron is removed from the anti-bonding orbital for the formation of NO plus. Option A, 1 is right but 2 is not the correct explanation for it. Option B, 1 is right and 2 is the correct explanation for it. Option C, 1 is not right but 2 is right. Option D, both 1 and 2 are wrong. Correct answer is option B, 1 is right and 2 is the correct explanation for it. Next question, which of the following set contain molecules all of which have same bond order? Correct answer is option D, NO plus, O2 2 plus and CO. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.